റമളാൻ എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഒരു മാസക്കാലമാണ്. സ്വസ്ഥമായി ആരാധനയിൽ ഏർപ്പെടുവാനും തൻ്റെ നാഥനോട് അടുക്കുവാനും സാധ്യമാകുന്ന ഒരു മാസം. എല്ലാ റമളാനും ഒരേപോലെ അടയാളങ്ങളെ കൂടെ ആണ് കൊണ്ടുവരാറുള്ളത്. ഇപ്പം വീടുകൾ വൃത്തിയാകും, പള്ളികൾ വൃത്തിയാകും, അങ്ങാടികൾ അതേപോലെ നോമ്പിൻ്റെ അടയാളങ്ങൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ പലപ്പോഴും ഒരേപോലത്തെ അടയാളങ്ങൾ കൊണ്ടുവരുമ്പോഴും മാറാത്ത ഒന്ന് നമ്മുടെ മനസ്സ് മാത്രമാണ്. നാം എപ്പോഴും റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരേപോലെയാണ് പ്രവേശിക്കുന്നതും ഒരേപോലെയാണ് ഇറങ്ങിപ്പോകുന്നതും. അതുകൊണ്ട് തന്നെ റയ്യാനിലേക്ക് ഞാൻ എത്തുമോ എന്നതിനെ കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വളരെ പ്രധാനമാണ്. നല്ല ചോദ്യം നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്. ഇപ്പം ഈ നോമ്പിനൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ, അത്താഴം കഴിക്കാൻ വേണ്ടി എങ്ങനെയായാലും 4:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ ശവ്വാൽ 1ഉം 2ഉം ആകുമ്പോഴത്തേക്ക് പള്ളിയിൽ പോകാതിരിക്കുന്ന ഒരവസ്ഥ. എങ്ങനെയാണ് 30 ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ പെരുന്നാളിൻ്റെ അന്നോ പെരുന്നാൾ കഴിയുമ്പോഴേക്ക് തന്നെ പള്ളിയിലേക്ക് പോകാതിരിക്കാൻ മാത്രം അവൻ്റെ മനസ്സ് എവിടെയാണ് പണയപ്പെടുത്തി പോകുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. റമളാനിൽ നന്നായി ദാനം ചെയ്തൊരു മനുഷ്യൻ റമളാൻ കഴിയുമ്പോഴത്തേക്ക് പണം കൊടുക്കേണ്ടി വരുമ്പോൾ അവനോട് പറയുന്നത് റമളാൻ അല്ലല്ലോ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. ദേഷ്യം പിടിക്കുന്ന ഒരാള് റമളാൻ മാസമാണ്, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടെന്ന് പറയാറുണ്ട്. റമളാൻ കഴിഞ്ഞാൽ എന്തൊക്കെയോ പറയാനുള്ളത് പോലെയാണ് പലപ്പോഴും അത്തരം മനുഷ്യർ പോലും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ നോക്കിയാലും സ്ഥിരമായി എല്ലാ റമളാനിലേക്കും പ്രവേശിക്കുകയും അതേപോലെ തന്നെ ആ റമളാനിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന മനുഷ്യരാണ് പല ആളുകളുമെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ റയ്യാനിലേക്ക് പോകാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടോ എന്നതിനെക്കുറിച്ച് ഞാൻ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. റമളാൻ എന്ന് പറയുന്നത് നമ്മുടെ തിന്മകളെ കരിച്ചു കളയുന്ന ഒരു മാസമാണ്. നമ്മുടെ നന്മകൾ അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് 9 വർഷമാണ് നോമ്പ് നോറ്റിട്ടുള്ളത്. ഞാനും എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളും എത്ര വർഷം നോമ്പ് നോറ്റിട്ടുണ്ടാവും എന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുന്ന നന്നാവും. 40 വർഷം നോമ്പ് നോറ്റവരുണ്ട്, അതിനേക്കാൾ നോമ്പ് നോറ്റവരുണ്ട്, എന്തായാലും 15 വർഷത്തിൻ്റെ അപ്പുറത്തേക്ക് നോമ്പ് നോറ്റ മനുഷ്യരുണ്ട്. അങ്ങനെയെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ നോമ്പ് നോൽക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള മനുഷ്യരാണ് ഞാനും നിങ്ങളും. അങ്ങനെയെങ്കിൽ ഒന്നും കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. അള്ളാഹിൻ്റെ റസൂല് മിമ്പർമലേക്ക് കയറുന്ന സമയത്ത് 3 പ്രാവശ്യം ആമീൻ പറഞ്ഞുള്ള സന്ദർഭം നമുക്കറിയാം. ഒന്ന്, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തൊരു മനുഷ്യൻ അള്ളാഹ് അകറ്റട്ടെ എന്ന് പറഞ്ഞു. രണ്ടാമത്തത്, രക്ഷിതാക്കൾ ഉണ്ടായിട്ട്, പ്രായം ചെന്ന രക്ഷിതാക്കൾ ഉണ്ടായിട്ടും അവരെ നോക്കാൻ പറ്റാതിരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹ് അകറ്റട്ടെ എന്ന് പറഞ്ഞു. ഒന്നാമതായിട്ട് ആമീൻ പറഞ്ഞ സന്ദർഭം, മൻ അദ്റക ശഹ്റ റമളാന ഫലം യഗ്ഫിർ ലഹു ഫദഖല അന്നാർ ഫഅബഅദല്ലാഹ്. എന്താ ഒരു റമളാൻ മാസം കിട്ടിയിട്ടും പശ്ചാത്തപിച്ചു മടങ്ങാതെ നരകത്തിന്റെ അവകാശികളായി പോയിട്ടുള്ള ഒരു മനുഷ്യനെ അള്ളാഹ് അകറ്റട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനും അള്ളാഹുവിൻ്റെ റസൂല് ആമീൻ പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ 9 വർഷത്തിലേറെ നോമ്പ് നോൽക്കാൻ ഭാഗ്യം കിട്ടിയ, ഒരുപാട് റമളാൻ മാസത്തിന് ഹാജരാവാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല ഞാനും നിങ്ങളും ഒരു പരിശുദ്ധ റമളാൻ കൊണ്ട് റയ്യാൻ എന്ന കവാടം തുറന്ന് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ നമ്മളിപ്പോഴും യാന്ത്രികമായി റമളാൻ മാസത്തിൽ കയറുകയും അതിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ ഇറങ്ങിപ്പോവുകയും ചെയ്യാം. അപ്പോൾ 16 നോമ്പായി കഴിഞ്ഞാൽ എത്ര നോമ്പായി എന്ന് ചോദിച്ചാൽ നമ്മൾ എണ്ണുന്ന ഒന്ന് ഇപ്പോൾ ശനിയായില്ലേ, ശനിന്ന് അടുത്ത ശനിയിലേക്ക് 7 ഇങ്ങനെ കൂട്ടിയിട്ടാണ് പലപ്പോഴും എണ്ണ. ഈമാനുള്ള ഒരാൾ ഓരോ ദിവസവും എന്നിൽ നിന്ന് കടന്നു പോകുമ്പോഴും പടച്ചോനെ ഇനി 14 ഉള്ളല്ലോ, ഇനി 13 ഉള്ളല്ലോ, ഇനി 12 ഉള്ളല്ലോ, ബാക്കോട്ട് എണ്ണിയിട്ടായിരിക്കും ആ റമളാനെ സമീപിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത്, ആത്മസംസ്കരണത്തിന് വിധേയമാകാത്തൊരു റമളാൻ കാലം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എനിക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല. ഇപ്പം തന്നെ ആലോചിച്ച് നോക്കൂ, എത്ര പഠന സെക്ഷനുകൾ കഴിഞ്ഞു. ഈ സെക്ഷന് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരായത്ത് ഞാനും നിങ്ങളും പോയി നോക്കുവോ, വായിച്ചു നോക്കുവോ, ആലോചിച്ച് നോക്കുക. എത്ര പഠന ക്ലാസ്സുകൾ കഴിയുന്നുണ്ട്. അതിൽ എൻ്റെ മനസ്സ് തട്ടിയിട്ടുള്ള ഒരു വചനം, ഒരു ഹദീസ്, ഒരു സ്വഹാബിയുടെ ചരിത്രം ഇതാണ് എന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കഴിയോ? നമ്മൾ നോമ്പ് തുറന്നു പോകുമ്പോൾ സദാ തസ്കിയത്ത് സംഗമങ്ങൾ കഴിഞ്ഞു പോകും. അടുത്ത റമളാൻ ആകുമ്പോൾ തസ്കിയത്ത് സംഗമത്തിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടാവും. വീണ്ടും വന്നിരിക്കുകയും പ്രഭാഷണം നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ട് ഇങ്ങനെ മാറി, ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ റമളാനിലും ഒരേ രീതിയിൽ ഇങ്ങനെ പോകുന്ന ആളുകളാകുമ്പോൾ ഒരു മാറ്റവും നമുക്കുണ്ടാവില്ല. അവിടെയാണ് നമുക്കുണ്ടാകേണ്ട 4 കാര്യങ്ങൾ. അത് പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരത്തെ അവസാനിപ്പിക്കും. ഒന്നാമത്തത്, മനസ്സിൻ്റെ നിയന്ത്രണം വേണം. റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണം വേണം.
പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നമ്മളെന്തോ കുടുക്കിലേക്ക് പ്രവേശിക്കുന്നത് പോലെ പല ആൾക്കാരും കാണും. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ പ്രയാസങ്ങളുള്ളൊരു മാസമാണ്, എന്തൊക്കെയോ തടസ്സങ്ങളുള്ളൊരു മാസമാണ്. എവിടെയൊക്കെയോ പോകാൻ പറ്റാതിരിക്കുകയും എന്തൊക്കെയോ കാണാൻ പറ്റാതിരിക്കുകയും എന്തൊക്കെയോ പറയാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നൊരു മാസമാണ്. ആ മാസം കൊണ്ട് കഴിയട്ടെ, എനിക്ക് വേറെ പഴയ ഞാനാവണമെന്ന ചിന്തയിലാണ് ഒരു മാസത്തേക്ക് മാറുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ 11 മാസത്തേക്കുള്ള ട്രെയിനിങ് കൊടുക്കാൻ എനിക്ക് സാധ്യമാകുന്നില്ല. ഈ ഒരു മാസത്തിൽ തഖ്വയുള്ള മനുഷ്യനാകാൻ വലിയ പണിയൊന്നുമില്ല. ഈ ഒരു മാസം എല്ലാ മനുഷ്യരും വിശ്വാസികളായിരിക്കും, എല്ലാവരും പടച്ചവനെ പേടിയുള്ള ആളുകളായിരിക്കും, എല്ലാവരും ഇബാദത്തുകൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ സൂക്ഷ്മതയോട് കൂടിയിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും ഏറെക്കുറെ ആൾക്കാരൊക്കെ. പക്ഷേ ബാക്കിയുള്ള 11 മാസം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് റമളാൻ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടല്ല ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് എന്ന് പറഞ്ഞത്. നിങ്ങൾ നോമ്പിന് സൂക്ഷ്മത ഉള്ളവരാവാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ നോമ്പ് കഴിഞ്ഞാലും സൂക്ഷ്മതയെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനുണ്ടോ, അവൻ ആര് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. നോമ്പ് കഴിഞ്ഞാലും ആരാധനാലയങ്ങളിൽ 1-ാമത്തെ സഫിലെത്തുന്ന മനുഷ്യനുണ്ടോ, നോമ്പ് കഴിഞ്ഞാലും തൻ്റെ കീശയിൽ നിന്ന് അതിൻ്റെ മൂല്യം നോക്കാതെ ചെലവഴിക്കാൻ പറ്റുന്ന മനുഷ്യനുണ്ടോ, നോമ്പ് കഴിഞ്ഞാലും തൻ്റെ സംസാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മനുഷ്യനുണ്ടോ എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. ആവശ്യമുള്ളത് കൊടുക്കാൻ പറ്റണം. ഒരിക്കൽ ഒരു സ്ത്രീ നല്ലൊരു തത്തനെ വാങ്ങി. സംസാരിക്കുന്ന തത്ത എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്ന തത്തയെ വാങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടും തത്ത ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ വാങ്ങിയിട്ടുള്ള ആളെടുത്ത് പോയിട്ട് പറഞ്ഞു, തത്ത ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തത്തക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. കയറി ചാടാനുള്ള ഊഞ്ഞാലുകളും കയറി മറിയാനുള്ള അങ്ങനത്തെ കുറേ സംവിധാനങ്ങളൊക്കെ ഒരുക്കി, കൂടെ കൊട്ട നിറച്ച് ഭംഗിയുള്ള കുറേ വിഭവങ്ങൾ ഒരുക്കി. എന്നിട്ടൊന്നും തത്ത സംസാരിക്കുന്നില്ല. അവസാനം പരാതിയായിട്ട് ആ കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തത്ത എന്താകുന്നില്ല, സംസാരിക്കുന്നില്ല, എനിക്കെൻ്റെ കാശ് തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല ഇത്ര ആയിട്ടും തത്ത സംസാരിച്ചില്ലേ? അവസാനം മരിക്കാൻ നേരത്തൊരു കാര്യം പറഞ്ഞു. തത്ത ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് പരാതി പറയാൻ പോയതാ. അവസാനം മരിക്കാൻ നേരത്ത് തത്ത ഒരു കാര്യം പറഞ്ഞു. എന്താ ചോദിച്ചു? ആ പീഡിയയിൽ എനിക്ക് കഴിക്കാൻ ഒന്നും ഇല്ലേ എന്നാ ചോദിച്ചത്. ഭക്ഷണം കഴിക്കാൻ ഒന്നും ഇല്ലേ എന്നാണ് തത്ത മരിക്കാൻ നേരത്ത് ചോദിച്ചതെന്ന്. ഞാൻ എന്തിനാ പറഞ്ഞു വിചാരിച്ചാൽ പലപ്പോഴും കുറേ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരിക്കും റമളാൻ. റമളാൻ വന്നാൽ യൂട്യൂബാണ് എല്ലാവർക്കും ഉണ്ടാവുക. യൂട്യൂബിൽ നോക്കിയിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ്. നമ്മളെ വിചാരം സമൂസ മാറി കട്ട്ലേറ്റ് ആയാൽ കൂലി കൂടുതൽ കിട്ടുന്ന ഇല്ലല്ലോ. റമളാനിലെ ഇഫ്താർ എന്ന് പറയുന്ന അന്ത് കാരക്ക് കൊണ്ടാണെങ്കിലും വെള്ളം കൊണ്ടാണെങ്കിലും ഒക്കെ ഒരേ പ്രതിഫലമാണ്. നമ്മൾ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. അവസാനത്തെ 10 ആകുമ്പോഴത്തേക്ക് ഡ്രസ്സ് വാങ്ങിയില്ലല്ലോ എന്ന സങ്കടം, എന്നാൽ നോറ്റിട്ടുള്ള നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള സങ്കടം എത്രാക്കുണ്ട്. പിന്നെ എങ്ങനെ റയ്യാൻ എന്ന് പറയുന്ന കവാടം തുറന്ന് നമുക്ക് പോകാൻ പറ്റുക? ഞാൻ പറഞ്ഞല്ലോ, മനസ്സിനെ സംസ്കരിക്കാൻ, മനസ്സിന് ആവശ്യമുള്ളത് എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന ഒരു മനുഷ്യൻ അവന് റമളാൻ കൊണ്ട് ഒന്നും നേടാത്ത മനുഷ്യനാണ്. എൻ്റെ മുമ്പ് സംസാരിച്ചിട്ടുള്ള ആള് അവസാനം പറഞ്ഞു വെച്ചിട്ടുള്ള ഹദീസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? എത്ര മനുഷ്യരാണ് നോമ്പ് നോറ്റിട്ട് അവർക്ക് ദാഹം മാത്രം ബാക്കിയായിട്ടുള്ളത്? എത്ര രാത്രി നമസ്കാരക്കാരാണ് അവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റാതെ പോയിട്ടുള്ളത് എന്ന് ചോദിച്ചത്. ഇതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടാവും, തറാവിക്കൊക്കെ പോകുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതെൻ്റേതാക്കിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടുന്നത് മനസ്സിൻ്റെ സംസ്കരണം. മനസ്സിനെ റെഡിയാക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റയ്യാൻ എന്ന കവാടത്തിലൂടെ പോകാൻ പറ്റും. അതിനാണ് നമ്മൾ നിസ്സാരരാണ് എന്നുള്ള ബോധം നമുക്ക് വേണം. 2 അർത്ഥത്തിൽ നമ്മൾ നിസ്സാരരാണ്. ഒന്ന്, നമ്മളെ ജനനം കൊണ്ട് നമ്മൾ നിസ്സാരരാണ്. നമുക്ക് ഖുർആൻ പറയുന്നത് നോക്കൂ, രണ്ടർത്ഥത്തിൽ. ഒന്ന്, ജനനം കൊണ്ടാണ്. ഞാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമോ എന്നതിനെ കുറിച്ച് എനിക്ക് പോലും അറിയാത്തൊരു കാലം എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാ ഖുർആൻ ചോദിച്ചത് അല്ലേ? നീ പ്രസ്താവ്യമായിട്ടുള്ള ഒന്നുമല്ലാത്തൊരു കാലം നിനക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന ഖുർആന്റെ ചോദ്യം. എന്നിട്ട് എങ്ങനെയാ സൃഷ്ടിച്ചത്? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. അല്ലേ? മിശ്രിതമായിട്ടുള്ള ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്, ഒരു പരീക്ഷണം എന്ന നിലക്ക്. എന്നിട്ട് കേൾവിയും കാഴ്ചയും നിങ്ങൾക്ക് സംവിധാനിച്ചു. എന്നിട്ട് ഖുർആൻ പറയാണ്, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. കുറച്ച് ആൾക്കാർ നേർമാർഗം കാണിച്ചു കൊടുത്തിട്ടും കുറച്ച് ആൾക്കാർ മാത്രമേ നന്ദി കാണിക്കുന്ന ആളുകളുള്ളൂ, കുറച്ച് ആൾക്കാർ നന്ദികേട് കാണിക്കുന്നവരാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, 9 നോമ്പ് കിട്ടിയിട്ട് ആ 9 നോമ്പും അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ചൊരു വിചാരണ നമ്മൾ നടത്തിയിട്ടുണ്ടോ? 9 നോമ്പിനെ കുറിച്ച് അതിലെന്തൊക്കെ മാറ്റമാണ് 10ാമത്തിലേക്ക് കൊണ്ടുവരേണ്ടതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു വിചിന്തനം നമ്മൾ നടത്തിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ പോവുക,
30 നോമ്പാകുമ്പോൾ എത്ര പെട്ടെന്നാ നോമ്പ് തീർന്നേണ് ഒരു യാന്ത്രികമായിട്ട് എന്നും പറയുന്നത് പോലൊരു പറച്ചിലും കഴിഞ്ഞ് റമളാന്റെ അവസാനത്തെ എല്ലാ പള്ളികളിലെ പ്രഭാഷണവും ഉണ്ടാവും. വിട പറയുന്ന റമളാനോട് കൂടിയിട്ട് നമ്മിൽ നിന്ന് റമളാൻ വിട പറഞ്ഞ് നമ്മിൽ ഒരു സംസ്കരണവും ഉണ്ടാക്കാത്ത രീതിയിലാണ് പോകുന്നത് എങ്കിൽ നമുക്ക് റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ സഞ്ചരിക്കുക സാധ്യമല്ല. അവിടെയാണ് ഒന്നാമത് നമ്മൾ നിസ്സാരം, നമ്മൾ ജന്മം കൊണ്ട് നമ്മൾ നിസ്സാരം, നമുക്കൊന്നും ചെയ്യാത്തൊരവസ്ഥ നമുക്കുണ്ട്. രണ്ടാമത്തെ മരണം എന്ന് പറയുന്ന അവസ്ഥ കൊണ്ടും നമ്മൾ നിസ്സാരനാണ്. നോക്ക്, നിങ്ങൾ ഖുർആൻ പറയുന്നുണ്ടല്ലോ, സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ പേടിച്ചോടുന്നതായിട്ടുള്ള മരണത്തെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അപ്പോൾ മരണം എന്ന് പറയുന്ന അവസ്ഥ എന്താണ്? നമ്മുടെ ശരീരത്തിൽ നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ട്. ആ ആത്മാവിനെ അള്ള വിളിക്കുന്നൊരു സമയമുണ്ട്. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ. ആ ആത്മാവിനെ അള്ള വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് ആ ആത്മാവിനെ പിടിച്ചു വെക്കാൻ പോലും ശക്തിയില്ലാത്ത അത്രയും ദുർബലനാണ് ഞാനും നിങ്ങളും. പറ്റുമോ? ആത്മാവിനെ പിടിച്ചെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പോണ്ടാന്ന് പോലും പറയാൻ പറ്റൂല. നമ്മൾ മരിക്കുമ്പോൾ കൂടെയുള്ള ആളുകളൊക്കെ നമ്മളെ നോക്കിയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പറഞ്ഞു തരാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുമോ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ കെട്ടിപ്പിടിച്ച് നിന്നതുകൊണ്ടോ നമ്മളെ വിട്ടുകൊടുക്കൂല എന്ന് വാശി പിടിച്ചത് കൊണ്ടോ ഒരാളും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ല. അപ്പം അത്രയും നിസ്സാരനാണ്. ആ ചുരുങ്ങിയ കാലയളവിൽ ഒരു നോമ്പുകാലം കിട്ടിയിട്ടും ആരാധനാ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടും കൃത്യമായി ക്രമീകരിക്കാൻ പറ്റാതെ പോകുന്നൊരു മനുഷ്യൻ റയ്യാൻ എന്ന കവാടം അവൻക്ക് വിദൂരമായിട്ട് മാറും. സ്വർഗത്തിലേക്ക് പോകണമെന്ന് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണം. എങ്ങനെയാണ്? തെറ്റുകളിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റണം, ഒന്ന്. രണ്ടാമത്തത്, ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റിനെ അംഗീകരിക്കാൻ പറ്റണം. നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് തെറ്റിനെ അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. ഉദാഹരണം പറയുക, ഞാൻ എൻ്റെ ഇളയ ഒരാളെന്നെ എൻ്റെ തെറ്റ് തിരുത്തി തന്നതെങ്കിൽ നമ്മളെങ്ങനെയാ തെറ്റിനെ കാണുക? ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മകനാണ് തെറ്റ് തിരുത്തി തന്നത്, അപ്പാ ആ പറഞ്ഞത് കളവാണ് കേട്ടോ, അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ കളിയാക്കിയത് ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക? ഓ ഈ വലിയൊരാൾ ഇനി ഇന്ന തിരുത്താൻ മാത്രമൊന്നും ആയില്ല അല്ലേ? പിന്നെ നമ്മൾ അങ്ങനത്തെ കുറേ സംസാരങ്ങൾ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, എന്താ? പടച്ചോനെ, ഞാൻ ചെയ്ത തെറ്റൊക്കെ പൊരുത്തപ്പെട്ട് തരണേ, പുറത്തു തരണേ, അറിഞ്ഞു ചെയ്ത തെറ്റും അറിയാതെ ചെയ്ത തെറ്റും പുറത്തു തരണേ പടച്ചോനെ. നിങ്ങൾ അറിയാതെ ചെയ്തു പോയ തെറ്റിനെ അറിയിച്ചു തരാനാണ് ആ മനുഷ്യന് ചിലപ്പോൾ പടച്ചോൻ വിട്ടുണ്ടാവുക. അത് കുട്ടിയാവട്ടെ, വലിയവനാവട്ടെ, മുസ്ലിമാവട്ടെ, മുസ്ലിമാവട്ടെ, ആരോ ആവട്ടെ, താങ്കൾ ചെയ്ത തെറ്റിനെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് അള്ള വിട്ടതായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യൂല? അംഗീകരിക്കൂല. എന്നിട്ട് അള്ളാഹിനോട് സങ്കടം പറയും. അത് പിന്നെ തിരുത്തപ്പോഴാണ്. അത് ആ തെറ്റ് തിരുത്തുന്ന ഒരു മനുഷ്യൻ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും. അള്ളാന്റെ റസൂലിനെ ഖുർആൻ തിരുത്തിയിട്ടുള്ള സന്ദർഭം സൂറത്തുൽ അബസയിൽ പറയുന്നുണ്ട്. അവിടെ അബ്ദുല്ലാഹിൻ ഉമ്മു മക്തും എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബിയെ ഒന്ന് അവഗണിച്ചു. നമ്മുടെ ഭാഷയിൽ അവഗണിച്ചു എന്നൊന്നും പറയാൻ തന്നെ പറ്റൂല. എന്നിരുന്നാലും അല്ലേ ചെറുങ്ങനെ ഒന്ന് മാറ്റി നിർത്തി. അവിടെ ഖുർആൻ 6 ആയത്തുകൾ ഇറക്കി. പിന്നെ എപ്പോഴൊക്കെ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തും എന്ന് പറയുന്ന സ്വഹാബിയെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ പറയും, മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി, എന്നെ റബ്ബ് ആക്ഷേപിക്കുവാൻ കാരണക്കാരനായിട്ടുള്ള വ്യക്തിക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമായിരുന്നു. എനിക്കെവിടെയാണോ തെറ്റ് പറ്റിയത് ആ തെറ്റിനെ തിരുത്താനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനായിരിക്കും ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി. അപ്പൊ നോമ്പുകാലത്ത് തെറ്റുകൾ പറ്റാതിരിക്കലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു മനസ്സും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് പ്രവാചകന്മാർ അയച്ച ലക്ഷ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഖുർആൻ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത്, വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിന് അവിടെ പറഞ്ഞത് റബ്ബനാ വബ്അസ് ഫീഹി എന്ന് പറഞ്ഞു കൊടുത്ത് അവിടെ യുസക്കീഹിം എന്നുള്ളൊരു പദപ്രയോഗമുണ്ട്. സംസ്കരിക്കുന്ന, സംസ്കരണം നടത്തുക എന്നുള്ളതാണ് എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് വന്നതിന് ലക്ഷ്യം. ഏകദൈവത്തെ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുക, നമസ്കാരം മുറ പോലെ നിർവഹിക്കുക, അതൊക്കെ സംസ്കരണമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തൊക്കെയോ സ്വന്തത്തിന് ഉണ്ടാക്കിയെടുക്കാൻ പ്രചോദനം കൊടുക്കലാണ് ഈ സംസ്കരണം എന്ന് പറയുന്നത്. മൂസാ നബി അങ്ങനെ തന്നെ, അള്ള പറയാണ് ഫിർഔന്റെ അടുക്കലേക്ക് പോകണം, അവൻ ധിക്കാരിയാണ്. എന്നിട്ട് പറയാണ് അവനോട് തസ്കിയത്തിന്, പരിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി ഒരുക്കമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ ഈ റമളാൻ കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ സാധാ ഒരു റമളാൻ, എല്ലാ റമളാനും കഴിഞ്ഞു പോകുന്നത് പോലെ ഈ റമളാൻ നമ്മിൽ നിന്ന് കടന്നു പോകും. മനസ്സിനെ സംസ്കരിക്കണം. എൻ്റെ മനസ്സിലെ തെറ്റുകൾ എന്താ, ശരികൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാണ്. ആലോചിച്ച് നോക്ക്, നമ്മുടെ തെറ്റുകൾ തിരുത്താൻ ഈ മാസം കൊണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ പറ്റുക? നമ്മൾ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? സ്വതക്ക കൊടുക്കുന്നുണ്ടോ? നമ്മുടെ സംസാരം, പെരുമാറ്റം, ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കണം. മനസ്സിനെ സംസ്കരിക്കുക. രണ്ടാമത്തത്, ദൈവീക സ്മരണ നിലനിർത്തുന്ന ഹൃദയമുണ്ടാവുക, അല്ലെങ്കിൽ തഖ്വ, സൂക്ഷ്മതയുള്ള ഒരു ഹൃദയമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. നോക്കൂ, റമളാനിലാണ് ഒരു മനുഷ്യൻ അള്ളാഹുമായിട്ട് അടുക്കാൻ ഏറ്റവും സുന്ദരമായിട്ടുള്ള സമയം.
റമളാനിലല്ലാതെ അള്ളാഹിനോട് പ്രാർത്ഥനയോട് കൂടിയിട്ട് ആരാധനയോട് കൂടിയിട്ട് നമുക്ക് അടുക്കാൻ പറ്റില്ല. അവിടെയാണ് പടച്ചോനുള്ളിലുണ്ടെങ്കിൽ അവന് സമാധാനമുള്ള മനുഷ്യനായിരിക്കും. അവിടെ ഖുർആൻ എവിടെയാണ് സമാധാനം എന്ന് ഖുർആൻ പറയുന്നത്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദൈവീക സ്മരണ നിലനിർത്തുന്ന ഹൃദയം എവിടെയുണ്ടോ അവിടെ സമാധാനം ഉണ്ടാവും. നമുക്ക് സമാധാനം ഇല്ലാത്തത് നമ്മൾ പടച്ചവനെ കുറിച്ചല്ല കൂടുതൽ ചിന്തിക്കുന്നത്, നമ്മൾ ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചിന്തിക്കുന്നത്. നമ്മുടെ ജോലി ബന്ധമായ കാര്യങ്ങൾ, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ചിന്തിക്കുക. എന്നാൽ അള്ളാഹുവിനെ ഓർക്കുന്ന, പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളെ ഓർക്കുന്ന ഒരു മനുഷ്യന് അവന് ഭയങ്കര സമാധാനമായിരിക്കും. നമ്മൾ ചരിത്രങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ കുറേ സംഭവങ്ങൾ കാണാം. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നോക്ക് നിങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇബ്രാഹിം നബിക്ക് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അള്ളാഹുവാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന് പറയുന്നത് തന്നെ പടച്ചവനോടാണ് എല്ലാം പറയുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് എല്ലാം സംസാരിക്കാൻ ആരെ കിട്ടുന്നത്? മകനായിട്ട് ഇസ്മായിൽ നബിയെ കിട്ടുന്നത്. ബാക്കിയൊക്കെ ഒറ്റക്കാണ്. പ്രവാചകന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാലും പ്രവാചകന് ചെറുപ്പം മുതലേ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ മനസ്സ് പതറാതിരിക്കാനാണ് സൂറത്തുൽ ദുഹാ ഒക്കെ പഠിപ്പിച്ചിരുന്നത്. അവിടെ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന്. അതന്നെ ഖുർആനും പറയുന്നത്. അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട്. ഒരു കുട്ടി ഉമ്മയുടെ മടിത്തട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമ്മാടെ കണ്ണിൽ എന്നെ കാണുന്നുണ്ട് എന്നതിനെ കുറിച്ച് പറയാണ്, മമ്മി ഐ ആം ഇൻ യുവർ ഐസ്. ഉമ്മ നിങ്ങളുടെ മിഴികളിൽ ഞാൻ ഉണ്ടിട്ടോ എന്ന് പറയാണ്. അത് ഭയങ്കര ഒരു പ്രയോഗമാണത്. കാരണം ഒരു ഉമ്മയുടെ കണ്ണിൽ എപ്പോഴും ആ ഉമ്മയുടെ കുട്ടി ഉണ്ടാവും. ഉപ്പാന്റെ കണ്ണിലും ഉപ്പയുടെ കുട്ടി ഉണ്ടാവും. നമ്മൾ ടൂർ പോവുകയാണെങ്കിൽ ഉമ്മയും നമ്മുടെ കൂടെ ഇങ്ങനെ ടൂർ വരും. എവിടെ എത്തി, എന്തായി, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതേപോലെ ഇതേ ആശയം പറഞ്ഞു വെക്കുന്ന ഖുർആനിക വചനമുണ്ട്. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറുലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കട്ടോ എന്ന്. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന് ആരാണോ സ്ഥാനം കൊടുക്കുന്നത് അവനെ അള്ളാഹ് എപ്പോഴും ഓർക്കുന്ന, അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കും, അവൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച് കാണും, എല്ലാം അറിയുന്ന ഒരു പ്രപഞ്ചനാഥനെ പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ സംസ്കരിച്ച് മനസ്സിനെ നന്മയിൽ പാകപ്പെടുത്തിയ ഒരാൾക്ക് അവിടെ പടച്ചവനെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാവും. എപ്പോഴും പടച്ചവനെക്കുറിച്ചുള്ളൊരു ചിന്ത ഉണ്ടാവും. നമ്മളെപ്പോഴും പറയാറുണ്ട് നമുക്ക് അള്ളാഹിനെ പേടി വളരെ കുറവാണ്. ഇന്നത്തെ കാലത്ത് ഒരു മോഷണം നടത്തുകയാണെങ്കിൽ പോലും ആദ്യം നോക്കുക CCTV ആണ്. CCTVയിൽ ഇത് കാണുന്നില്ലെങ്കിൽ പിന്നെ നോക്കുക ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കും, മനുഷ്യനാരെയും കാണുന്നുണ്ടോ നോക്കും. മനുഷ്യനും കാണുന്നില്ലെങ്കിലാണ് പിന്നാണ് പടച്ചോൻ. പടച്ചോൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. വഇന്ന അലൈക്കും ലഹാഫളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. ആയത്തും ഹദീസും ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മളൊരു വസ്ത്രം ധരിക്കുമ്പോൾ പോലും ചോദിക്കുക, ആൾക്കാർ കണ്ടപ്പോൾ എന്താ പറയാ? ആൾക്കാർ കണ്ടാൽ മോശമല്ല. അങ്ങനെ ആളുകളെ കണ്ടാലുണ്ടാകുന്നൊരു തെക്കവയുടെ എത്ര ശതമാനം അള്ളാഹ് കണ്ടാൽ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവിടെയാണ് ഫദ്കുറൂനി അദ്കുറുക്കും. അള്ളാഹിനെ ഓർക്കുന്ന ഒരാളെ അള്ളാഹ് ഓർക്കുന്ന ഖുർആൻ പറഞ്ഞു തരുന്നു. പടച്ചവനെ ഓർക്കണം. അപ്പൊ അള്ളാഹിനെ ഓർക്കുന്നൊരു ഹൃദയം പടച്ചവന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആളായിരിക്കും. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ ക്രമീകരിച്ച് നന്മകളിൽ മുന്നേറുന്ന മനുഷ്യനായിരിക്കും. അവന് റയ്യാൻ എന്ന കവാടത്തിലൂടെ സുഖസുന്ദരമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റും. സ്വർഗത്തിലേക്ക് എത്തുന്നത് നേരത്തെ പറഞ്ഞ ദൈവിക വിശ്വാസം കൃത്യമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മൂന്നാമത്തത് ആരാധനയിലെ സൂക്ഷ്മതയാണ്. നോക്ക് നിങ്ങൾ, നമ്മുടെ ആരാധന കൃത്യമാക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് റമളാൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിൽ നമസ്കാരം എന്ന് പറയുന്ന ആരാധന ആദ്യം എടുത്തു നോക്കുക. നമ്മുടെ നമസ്കാരം എങ്ങനെയാണ്? നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും നമ്മുടെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഈമാനും എത്രത്തോളം ഉണ്ട് നമ്മൾ അറിയിക്കണം. ഇപ്പം ഇമാമ് അത്തഹിയാത്ത് നേരം വൈകിയാൽ തന്നെ ബേക്കുന്നില്ലേ ഭയങ്കര അപശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കാം. നമുക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് അസ്വസ്ഥമാവാണ്. ഈ അസ്വസ്ഥമാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിനെ സംസ്കരിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ 5 മിനിറ്റിൽ കൂടുതലായി പോകുമ്പോഴത്തേക്ക് കുറേ പ്രാർത്ഥിച്ചതുപോലെ തോന്നുകയാണ്. എന്നാൽ പുറത്തിറങ്ങിയിട്ട് കുറേ നേരം സംസാരിക്കുവാനും ഫോണിൽ തോണ്ടിയിരിക്കാനും യാതൊരു വിധത്തിലും മടിയുമില്ല. അപ്പം അള്ളാഹുവിനോട് എൻ്റെ ആത്മബന്ധം എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം. അവിടെയാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നുള്ള ആയത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അള്ളാഹിനെ ഓർക്കുന്നത്. അപ്പോൾ ആരാധന ആലോചിക്കുക. നമ്മുടെ നമസ്കാരം എന്ന് പറയുന്ന ആരാധന നമസ്കരിച്ച് കഴിയുമ്പോൾ എനിക്കൊരു തഖ്വ കിട്ടുന്നുണ്ടോ? ഞാൻ നിസ്കരിച്ച സലാം വീട്ടി കഴിയുമ്പോൾ ആ നിസ്കാരം എൻ്റേതായിട്ടുണ്ട് എന്നൊരു ഫീലുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പലപ്പോഴും ഈ നമസ്കാരം എന്ന് പറയുന്ന ഒരു ആരാധനാ കർമ്മം തീർന്നു കിട്ടുന്ന ഒരു ഉപാധിയായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. ലുഹർ നിസ്കരിച്ചു, ഇന്നത്തെ ലുഹർ അങ്ങോട്ട് കഴിഞ്ഞിട്ട്, അസർ കഴിഞ്ഞ് കിട്ടി. അങ്ങനെ കഴിഞ്ഞ് കിട്ടാനുള്ള ഒരു ആരാധനാ കർമ്മമായിട്ട് എൻ്റെ നമസ്കാരത്തെ ഞാൻ കാണുമ്പോൾ അതിലൂടെ കിട്ടേണ്ട നേരത്തെ പറഞ്ഞതുപോലെ സമാധാനവും ദിക്റുള്ള എന്ന് പറയുന്നൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. നമ്മൾ നമസ്കരിച്ച് കഴിയുമ്പോൾ പടച്ചോനെ ഈ നമസ്കാരം അവിടെ എത്തിയിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊരു ആത്മവിചിന്തനം നടത്തണം. നമ്മളൊക്കെ പടച്ചോനോട് ചോദിക്കണം, ഇത് അവിടെ എത്തിനോന്നാ.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിപ്പിച്ചിരുന്നിടത്ത് വൈദറഫ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൻ അലീം എന്ന് പറയുന്ന ആയത്തുണ്ട്. ആയത്ത് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി കഅബയുടെ കില്ല ഇങ്ങനെ പടുത്തുയർത്തുക. കഅബയുടെ കില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ള പ്രവർത്തനമാണ്. ഒന്ന് എന്തായാലും സ്വീകരിക്കും. ആരാ പടുത്തുയർത്തുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എന്തായാലും സ്വീകരിക്കും, ഉറപ്പാണ്. നല്ല കർമ്മമാണ്, അള്ളാഹ് പറഞ്ഞിട്ടാണ്. ചെയ്യുന്ന ആളുകളും പൂർണ്ണമായിട്ടും യോഗ്യതയുള്ള ആളുകളാണ്. എന്നാലും ഇബ്രാഹിം നബി അവിടെ പറഞ്ഞു വെക്കുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ ഇത് കബൂലാക്കണേന്നാ. അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു ഒരു നോമ്പ് കഴിഞ്ഞാൽ, നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഇനി അടുത്ത പറയണ വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് അർത്ഥസഹിതം മനസ്സ് തട്ടിയിട്ട് പറയുന്ന എത്ര ആൾക്കാരുണ്ട്? വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, അതാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൻ അലീം. പടച്ചോനെ ഈ നോമ്പ് എന്നിൽ നിന്ന് കഴിഞ്ഞു പോയി, ഇനി ഈ നോമ്പ് എന്നിലേക്ക് വരാനില്ല. ഈ നോമ്പ് നിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ച് ഒരു ചോദ്യം പടച്ചോനോട് ചോദിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്? അവിടെ നേരത്തെ പറഞ്ഞ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ പടച്ചോനടുത്ത് എത്തിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരാളാണ് റയ്യാൻ എന്ന കവാടം തുറന്നു പോകുന്നൊരു മനുഷ്യൻ. അല്ലെങ്കിൽ നോമ്പ് ഇങ്ങനെ പോവും, നമ്മളറിയില്ല. നമ്മൾ ചോദിക്കാൻ പറ്റണം, പടച്ചോനെ ഞാൻ ഇപ്പോൾ തസ്കിയ സംഗമത്തിന് വന്നു, പടച്ചോനെ നിന്റെ വജഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, പടച്ചോനെ സ്വീകരിക്കണേ. എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം ഒക്കെ ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഞങ്ങൾ ഇത് കബൂലാക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്ക് വേണം. ഏത് നന്മ ചെയ്യണമെങ്കിൽ നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ തമാശക്ക് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, 10 റുപ്യ കൊടുത്താൽ ഞാനാ തന്നുള്ള ബോധം ഉണ്ടായാൽ മതി എന്നാ പറയാ. എനിക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ തിരിച്ച് ഇതേപോലെ കണ്ടാൽ മതി എന്നുണ്ട 10 റുപ്യ കൊടുക്കുക. അങ്ങനെയല്ല, നമ്മൾ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ കൊടുക്കുന്ന പ്രവർത്തന പടച്ചോനെടുത്ത് എത്തുക. അവിടെയാണ് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക. മനസ്സാണ്, മനസ്സിനെങ്ങനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് സൂറത്തുൽ നാസിയാത്തിൽ പറയുന്നുണ്ടല്ലോ, വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. സ്വന്തം ദേഹേച്ഛകളിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തുന്നവരാരോ അവർക്ക് ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റണം, നമ്മുടെ വിചാരങ്ങളൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. അതാണ് ആരാധന സൂക്ഷ്മത. അത് നമസ്കാരം മാത്രം എടുത്തു നോക്കുക നിങ്ങൾ. അതേപോലെ ഖുർആൻ പാരായണത്തിനൊക്കെ വിഷയങ്ങൾ വരാനുണ്ട്. ഖുർആൻ പാരായണം എത്രത്തോളം നമ്മൾ ഈമാനോട് ചൊല്ലുന്നുണ്ട്. അത് ഞാൻ ആമുഖമായി പറഞ്ഞത്, നമ്മൾ എത്ര ആയത്ത് ഇവിടുന്ന് പോയാൽ വായിച്ചു നോക്കൂ. ഇവിടെ ഏതെങ്കിലും ആയത്ത് നമ്മൾ നോട്ട് ചെയ്തോ, അല്ലെങ്കിൽ ഏതെങ്കിലും ആയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കോ? കുറേ ആൾക്കാർ ചിന്തിക്കൂല, കുറേ ആൾക്കാർ പഠിക്കില്ല, മനസ്സിലാക്കുന്നില്ല. പിന്നെയും കേൾവിക്കാരും പറയുന്ന ആളുകൾ മാത്രമായിട്ട് ഇങ്ങനെ കൗമിങ്ങനെ പോവാണ്. ഇവിടെയാ പ്രശ്നം. നമുക്ക് ചിന്തിക്കാൻ പറ്റണം, നമ്മളെ മനസ്സിലേക്ക് ഏതെങ്കിലും ആയത്തിനെ കോർത്തിണക്കാൻ പറ്റണം. പടച്ചോനെ ഈ ആയത്ത് കൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള മാറ്റം എത്രത്തോളമാണെന്ന് പറയാൻ പറ്റണം. അങ്ങനെ ഏതെങ്കിലും ഒരു ആയത്ത് എനിക്കുണ്ടോ ഇല്ല ഞാൻ ആലോചിക്കാം. ഏതെങ്കിലും ചരിത്രങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ ഞാൻ ആലോചിക്കണം. അടുത്തത് നന്ദിയുള്ള അടിമയാവുക, അല്ലെ? അല്ലെങ്കിൽ സൽക്കർമ്മം ചെയ്യുക. സൽക്കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള അടിമയാവുക എന്നുള്ള ആശയമാണ്. നമുക്ക് പടച്ചവനോട് നന്ദി കാണിച്ച് ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സ്വന്തത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും പറ്റണം. നമ്മളെ നന്നാക്കാൻ വേണ്ടി തുനിയണം. ഒരിക്കലും ഒരു അധ്യാപകൻ കുട്ടികൾക്ക് ഇന്ത്യയുടെ ഭൂപടം റെഡിയാക്കാൻ വേണ്ടി കൊടുത്തു. 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ത്യയുടെ ഭൂപടം. കുട്ടികൾക്ക് ഇന്ത്യയുടെ ഭൂപടം എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ആ അധ്യാപകൻ ആ കുട്ടികളുടെ ചിത്രമുള്ള പിക്ചറാണ് പസിലായിട്ട് കൊടുത്തത്. ഓരോ കുട്ടികൾക്കും അവരുടെ ചിത്രം വരുന്ന പസിൽ ഇങ്ങനെ കൊടുത്തു. അത് എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചിത്രത്തെ റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ രൂപം ഇങ്ങനെ റെഡിയാക്കി ഒരു പേപ്പർ ഇങ്ങനെ കറക്റ്റായി. എന്നിട്ട് അവരോട് പറഞ്ഞു ആ ചിത്രത്തെ മറച്ചു വെക്കാൻ പറഞ്ഞു. ആ ചിത്രത്തെ തിരിച്ചു വെച്ചപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ ഭൂപടവും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം ഇങ്ങനെയാണ്: നമ്മളെ എവിടെയൊക്കെ റെഡിയാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവോ അവിടെയൊക്കെ മറ്റൊരാളുടെ തെറ്റുകളെ തിരുത്താൻ നമ്മൾ സമയം ചെലവാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവിടെ ഖുർആൻ പറഞ്ഞതില്ലേ, നിങ്ങൾ സ്വയം മാറാൻ ആഗ്രഹിക്കാത്തോടത്തോളം കാലം അള്ളാഹ് നിങ്ങളെ മാറ്റുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ മാറണം. നമുക്ക് മാറണമെന്നതിന് നമ്മുടെ തെറ്റുകളെയും ശരികളെയും കുറിച്ചുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അതാ വനഫ്സിൻ വമാ സവ്വാഹ ഫൽഹമഹ ഫുജൂറഹ വതഖ്വാഹ എന്നൊക്കെ ഖുർആൻ പഠിപ്പിച്ച്. എന്നിട്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആരാണോ മനസ്സിനെ പരിശുദ്ധപ്പെടുത്തിയത് അവൻ വിജയിച്ചു. മനസ്സിനെങ്ങനെ പരിശുദ്ധപ്പെടുത്താൻ പറ്റണം. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ തസ്കിയത്ത് ഉണ്ടാകുന്നത്, നമുക്ക് നന്മ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്.
അല്ലേ? ഒരാളെ നോക്കി പുഞ്ചിരിക്കാനും സലാം പറയാനും ദേഷ്യമില്ലാതിരിക്കാനും സംസാര മര്യാദ പാലിക്കാനും ഒക്കെ നമ്മളെ സാധ്യമാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ആ മനസ്സിലിങ്ങനെ വിചാരിച്ച് പടച്ചവനുള്ള ആരാധന കൃത്യമാക്കി പിന്നെ സൽക്കർമ്മത്തിൽ മുന്നേറുന്നൊരു മനുഷ്യനാണ്. അവിടെ ആ ഖുർആൻ പറഞ്ഞു അല്ലേ, മനുഷ്യൻ നഷ്ടത്തിലാണ്. ആരൊക്കെ ഒഴികെ? 4 ആളുകൾ ഒഴിക്കണം. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ. വിശ്വാസം വേണം, അള്ളാഹനെ മനസ്സിലിങ്ങനെ കൊടുക്കാൻ പറ്റണം. പിന്നെ അമിലു സ്വാലിഹാത്ത്, വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ അമിലു സ്വാലിഹാത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ വിശ്വാസമുണ്ട്, അമിലു സ്വാലിഹാത്ത് ഉണ്ടെങ്കിലോ വതവാസോ ബിൽ ഹഖ്, നന്മ കൊണ്ട് ഉപദേശിക്കണം. നന്മ കൊണ്ട് ഉപദേശിക്കണമെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം പറയാനും പറ്റൂല. നമുക്കുള്ളതെന്തോ അതേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഓക്കെയാണ് എന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. നേരത്തെ പറഞ്ഞ ആത്മസംസ്കരണം, നമ്മൾ എവിടെയൊക്കെയാണ് പ്രശ്നം, എവിടെയൊക്കെയാണ് പോരായ്മകൾ, എവിടെയൊക്കെയാണ് തിരുത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നമുക്ക് നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ പറ്റണം. ഒരാളുടെ വിശ്വാസം നോക്കിയിട്ട് ആരും വരൂല. ഒരാളുടെ വിശ്വാസത്തെ അളക്കാൻ പറ്റൂല. നേരത്തെ പറഞ്ഞു അല്ലേ, ഒരാളുടെ വിശ്വാസത്തെ ഒരാൾക്ക് അളക്കാൻ പറ്റൂല, പക്ഷേ സ്വഭാവം അളക്കാൻ പറ്റും. നമ്മൾ റമളാൻ മാസത്തിൽ നമ്മുടെ സ്വഭാവം സംസ്കരിച്ചിട്ടില്ല എങ്കിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്ക് പോകാൻ പറ്റൂല. അപ്പം അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുൽഖുഹു വൽ ഖുർആൻ, ഖുർആനാണ് പ്രവാചകന്റെ സ്വഭാവം എന്ന് പഠിപ്പിച്ചു തന്നു. അപ്പം നമ്മുടെ സ്വഭാവം ഖുർആൻ ഇഷ്ടപ്പെടുന്ന ഖുർആനിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ അതിനെക്കുറിച്ചൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം. ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നിട്ടുള്ള 4 കാര്യങ്ങൾ. 1, മനസ്സിനെ സംസ്കരിക്കുക എന്നുള്ളതാണ് റമളാന് കൊണ്ട് ഏറ്റവും പ്രധാനം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കാൻ ഉള്ളവരാണ്. സൂക്ഷ്മത കൈവരിക്കാൻ നമ്മുടെ മനസ്സിനെ തെറ്റെന്ത് ശരിയെന്ത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് വേണ്ട എന്ന് പറയണം, അത് വേണമെന്ന് പറയണം. ചില കാര്യങ്ങൾ അങ്ങനെ സംസ്കരിക്കാൻ നമുക്ക് പാകപ്പെടുത്തണം. അങ്ങനെ മനസ്സിനെ സംസ്കരിക്കുമ്പോൾ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ വേണ്ടതാണ് 2ാമത്തെ കാര്യം, ദൈവീക സ്മരണമുള്ള ഹൃദയം. അള്ളാഹുവിനെ ഓർക്കുന്ന, പടച്ചവന്റെ ആയത്തുകൾ പഠിക്കാൻ തുനിയുന്ന, ദൈവിക ദൃഷ്ടാന്തങ്ങളെ നോക്കിക്കാണുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടാവണം. 3ാമത്തത്, അങ്ങനെ ഒരു ഹൃദയമുണ്ടാകുമ്പോൾ മനസ്സറിഞ്ഞുള്ള ആരാധനയുണ്ടാവും, സൂക്ഷ്മതയുള്ള ആരാധനയുണ്ടാവും. നമസ്കാരം ഭംഗിയുള്ള നമസ്കാരമാവും. ഖുർആൻ്റെ ഒരു ആയത്ത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കണക്ട് ചെയ്ത് വായിക്കും. നോമ്പ് ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നോമ്പായിട്ടുണ്ടോ എന്നിങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് നോമ്പ് ഇങ്ങനെ എല്ലാ ആരാധനാകർമ്മവും മനസ്സ് തട്ടിങ്ങനെ പോകും. അങ്ങനെ പോകുമ്പോൾ 4ാമത്തത് സൽക്കർമ്മം എന്ന് പറയുന്ന സംഗതി ഭംഗിയായിട്ട് മാറും. ഒരാളെ കാണുമ്പോഴത്തേക്ക് സഹായിക്കാൻ എൻ്റെ മനസ്സ് പോവും, പ്രശ്നങ്ങൾ കാണുമ്പോഴത്തേക്ക് പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഓടിപ്പോകും. അതേപോലെ തന്നെ എല്ലാ നന്മയിലും മുന്നേറുവാനും തിന്മയെ ചെറുക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ നന്മയിൽ മുന്നേറുന്ന ആളുകളായിട്ട് നമുക്ക് മാറണം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ നോമ്പ് നോൽക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊന്നും. കുറേ നോമ്പ് കാലം നമ്മിൽ നിന്ന് പോകുമ്പോൾ കുറേ നന്മയായിരിക്കില്ല ഉണ്ടാവുക. ആ നോമ്പിനെ ഉപയോഗപ്പെടുത്താത്തതിൻ്റെ കുറ്റം കൂടെ നമ്മൾ പേറുന്നുണ്ടാകുമെന്ന ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ആരാണ് പാപ്പരായവരെന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നത്. എല്ലാം ഉണ്ട് എന്ന് സ്വയം വിചാരിക്കുകയും അള്ളാഹിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഒന്നുമില്ലാത്ത ആളായിട്ട് അവനെ മാറ്റുകയും ചെയ്യുന്നൊരവസ്ഥ. നമ്മൾ നമ്മുടെ നമസ്കാരത്തിലും ആരാധനാ കർമ്മത്തിലുമൊക്കെ അമിതമായ കോൺഫിഡൻസ് ഉണ്ടാവാൻ പാടില്ല. അവിടേക്കൊന്നും എത്തിയിട്ടില്ല, ഇനിയും നന്നാവണമെന്നുള്ളൊരു ബോധം വേണം. ഉമർ റളിയല്ലാഹു ഒരു കല്ലിനെ വിളിച്ചിട്ട് പറയുന്ന വാക്ക് നമുക്കറിയാം, അല്ലയോ കല്ലേ, നിനക്കെന്ത് സുഖ, നിനക്ക് പരലോകമില്ലല്ലോ, ഈ ഉമറിന് പരലോകമുണ്ട് എന്ന. നോക്കൂ നിങ്ങൾ, സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകപ്പെട്ട ഉമർ റളിയല്ലാഹു പോലും വീണ്ടും വീണ്ടും പറയുന്നത് ഒന്നുമില്ലട്ടോ, അള്ളാഹിൻ്റെ അടുക്കലേക്ക് എത്തിയിട്ടില്ല, ഒരു നന്മയും അവിടെ എത്തിയിട്ടുണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ നന്മകൾ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് റമളാനിലൂടെ റയ്യാൻ എന്ന കവാടം തുറന്ന് പോകാൻ പറ്റുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അതാ രോഗം കൊണ്ടും അതേപോലെ തന്നെ കടം കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൻ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.